വെള്ളാപ്പള്ളി നടേശൻ അടക്കം SNDP യോഗം ഭാരവാഹികളെ അയോഗ്യരാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീൽ ഇന്ന് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. ഉത്തരവ് നിയമവിരുദ്ധവും അധികാരപരിധിക്ക് പുറത്തുള്ളതുമാണെന്നാണ് കാണിച്ച് വെള്ളാപ്പള്ളി നടേശൻ അപ്പീൽ നൽകിയത്. സിബി ജോസഫ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. സിബി, ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള അപ്പീലാണ്. എപ്പോഴാണ് പരിഗണിക്കുക? കഴിഞ്ഞ ദിവസമാണ് കമ്പനി നിയമത്തിന്റെ ലംഘനം ചൂണ്ടിക്കാട്ടി വെള്ളാപ്പള്ളി അടക്കമുള്ള ഡയറക്ടർമാർ അയോഗ്യരാണെന്ന് ജസ്റ്റിസ് TR രവി കഴിഞ്ഞ ദിവസം വിധി പറഞ്ഞത്. ഇതിനെതിരെയാണ് വെള്ളാപ്പള്ളി ഹൈക്കോടതിയിൽ ഹർജി നയിക്കുന്നത്. എന്തായാലും ഈ ഹർജിയിൽ ഇന്നിപ്പോൾ ഈ ഹർജിയിൽ പ്രധാനമായും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടുന്നത് ഇതിൽ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് തുടർച്ചയായി 3 വർഷം വാർഷിക കണക്കുകളും റിട്ടേണുകളും സമർപ്പിക്കുന്നതിൽ ഭരണസമിതി വീഴ്ച വരുത്തി എന്നതായിരുന്നു. മാത്രമല്ല കമ്പനി ആക്ടിന്റെ ലംഘനമാണെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് SNDPയുടെ യോഗത്തിന്റെ താൽക്കാലിക ചുമതലയ്ക്കായി ഡയറക്ടർമാരെ നിയമിക്കാനും കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയത്. ഈ യോഗം ഡയറക്ടർമാരുടെ അയോഗ്യത സംബന്ധിച്ച് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കുന്നതായും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വെള്ളാപ്പള്ളിയുടെ ഹർജിയിൽ പറയുന്നത് ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമവിരുദ്ധവും അധികാരപരിധിക്ക് പുറത്തുള്ളതുമാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രധാനപ്പെട്ട ഈ ഹർജിയിലെ ആരോപണം. കമ്പനിയുടെ ആഭ്യന്തര കാര്യങ്ങളും ഡയറക്ടർമാരുടെ യോഗ്യതയും സംബന്ധിച്ച തർക്കങ്ങൾ ഇത് കമ്പനി ലോ ട്രൈബ്യൂണലാണ് പരിഗണിക്കേണ്ടത്. ഇതിൽ സിവിൽ കോടതിക്കോ ഹൈക്കോടതിക്കോ ഇടപെടാൻ അധികാരമില്ല എന്നതാണ് ഈ അപ്പീലിൽ പറയുന്നത്. മാത്രമല്ല യോഗത്തിന്റെ വാർഷിക റിട്ടേണുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ നൽകുന്ന ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ അത് ഇല്ലാത്തത് അയോഗ്യരാക്കാൻ കാരണമായിട്ടുണ്ട്. പക്ഷെ അത് സർക്കാർ ഈ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ല എന്നതാണ് പ്രധാനമായും ഈ അപ്പീൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടുള്ള അപ്പീലാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ വരാൻ പോകുന്നത്. ഈ നീതിന്യായ വ്യവസ്ഥ ലംഘനമാണ് ഈ കേസിൽ വിധി പറയാൻ സിംഗിൾ ബെഞ്ച് വൈകിപ്പിച്ചടക്കമുള്ള കാര്യങ്ങളും വെള്ളാപ്പള്ളി തന്റെ അപ്പീലിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ അതുപോലെ തന്നെ ഡോക്ടർ MN സോമൻ അദ്ദേഹം ഈ SNDP യോഗത്തിന്റെ പ്രസിഡന്റാണ്. അതുകൂടാതെ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, ദേവസ്വം സെക്രട്ടറി അരക്കണ്ടി സന്തോഷ് എന്നിവർക്കാണ് കോടതി അയോഗ്യത പ്രഖ്യാപിച്ച് ഇതിനെതിരെയാണ് ഈ സിംഗിൾ ബെഞ്ചിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു അപ്പീലുമായി വെള്ളാപ്പള്ളി പോയിരിക്കുന്നത്.